കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക്. പുനരധിവാസം വൈകുന്നതിലും നഷ്ടപരിഹാരം നൽകാത്തതിലും പ്രതിഷേധിച്ച് പ്രദേശവാസികൾ വിലങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. NIT പഠന റിപ്പോർട്ട് പുറത്തുവരാത്തതിനെ തുടർന്ന് പ്രദേശത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളിലും ദുരന്ത ബാധിതർക്ക് ആശങ്കയുണ്ട്. പുനരധിവാസം ഉൾപ്പെടെ ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ 4 മാസം പിന്നിട്ടിട്ടും പാലിച്ചില്ലെന്നാരോപിച്ചാണ് പ്രദേശവാസികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത്. സർക്കാർ പ്രഖ്യാപിച്ച താൽക്കാലിക ആശ്വാസം മുഴുവൻ പേർക്കും ലഭ്യമാക്കുക, വീട് തകർന്നവർക്ക് വാടക ലഭ്യമാക്കുക, കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുക, ഉരുൾപൊട്ടലിൽ തകർന്ന റോഡുകൾ നന്നാക്കുക, പുഴയിലെ കല്ലും മണ്ണും നീക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് വിലങ്ങാട് നിവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതിനോടൊന്നും അനുകൂലമായ സമീപനം ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിദ്യാഭ്യാസ ലോൺ തള്ളിപ്പോയിട്ടില്ല, വീടിന്റെ ലോണുകൾ തള്ളിപ്പോയിട്ടില്ല, മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. പക്ഷെ പലരും ബാങ്കുകൾ അവിടെ വലിയ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പരിഹസിക്കപ്പെടുക ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കല്ല അർഹതയില്ല, നിങ്ങൾക്കല്ലത്, അത് മുഴുവൻ പോയവർക്കല്ലേ കൃഷി മുമ്പ്. ശരിക്കും പറഞ്ഞാൽ ദുരിതബാധിതർക്ക് യാതൊരു പ്രകാരത്തിലും അത് ഉപകാരപ്പെടുന്നില്ല. പുനരധിവാസ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരു സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല. ഡ്രോൺ സർവേ നടത്തിയതിലോ 100 ചില്ലാനം ഉരുളുകൾ നമുക്ക് ഈ വെലങ്ങാട് ഏരിയയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ബിൽഡിങ്ങിനൊന്നും പെർമിറ്റോ നമ്പർ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കളക്ടർ വാക്കാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രോൺ സർവേയുടെ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് NITയുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കണമെങ്കിൽ ആ ഒരു NITയുടെ റിപ്പോർട്ട് കിട്ടിയെന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് NITയുടെ റിപ്പോർട്ട് നമുക്ക് കൈമാറിയിട്ടില്ല. ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൂടെ നിന്നിരുന്നുവെങ്കിലും പിന്നീട് സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് വിലങ്ങാടുകാരുടെ പരാതി. ഇതിനിടയിലാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിൽ NIT പഠന റിപ്പോർട്ട് വൈകുന്നത്. 6 മാസം കൂടി കഴിയുന്നതോടെ വീണ്ടും മഴക്കാലമാകും. ഇതിനിടയിൽ തകർന്ന വീടുകൾക്ക് പകരം വീടുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ വാസയോഗ്യമായ സ്ഥലങ്ങൾ ഏതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇതുവരെയും ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെ വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഈ നഷ്ടപ്പെട്ടു പോയവരൊക്കെ 2-3 ഏക്കർ സ്ഥലത്ത് മോശമല്ലാത്ത ഒരു 1500 അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിന് അടുത്തുള്ള നല്ല വീട് വെച്ച് താമസിച്ചു പോകുന്നവരാണ്. അവരാണിപ്പം കിടപ്പാടമില്ലാതെ, വീടുകളില്ലാത്ത മിത്രങ്ങളുടെ വീടുകളിലും അല്ലെങ്കിൽ ചെറിയ വീടുകളിൽ വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പുനരധിവാസത്തിന് ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലയിൽ ഉറപ്പുള്ള സുരക്ഷിതമായ ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കിവിടെ വേണം. ബാങ്കുകൾ ലോണുകൾ അനുവദിക്കാത്തതും കുടിവെള്ള ലഭ്യത ഇല്ലാതായതും തകർന്ന ഗതാഗത സംവിധാനങ്ങൾ നന്നാക്കാത്തതുമെല്ലാം ഇപ്പോഴും വിലങ്ങാടിന് ദുരിതമാവുകയാണ്. അവഗണന തുടർന്നാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.